ഹലോ ചമ്മര് കാസീരിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ അണ്ടർ ബോഡി അടിക്കാൻ വേണ്ടി. അപ്പം കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ മൊത്തം പ്രൈമർ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ അകവും പുറത്തടിച്ച് കുറച്ചടിച്ചിട്ടുള്ളൂ. അകമൊക്കെ നമ്മൾ പ്രൈമർ അടിച്ച് സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അണ്ടർ ബോഡി അടിച്ചിട്ട് നമുക്ക് പെയിൻറ്റ് കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അണ്ടർ ബോഡി അടിക്കാൻ വേണ്ടി ഇപ്പോൾ എങ്ങോട്ട് പോകണമാ? നമ്മൾ കുരിക്കാട് കൊണ്ടുപോകണേ. എൻ്റെ കൂടെ ഞാനുണ്ട്, അഖിലുണ്ട്, അഭിക്കുട്ടനുണ്ട്, ശ്രീരാജുണ്ട്, ഞാനുണ്ട്, ഇയാളുണ്ട് കൂടെ. നമുക്ക് നേരെ അണ്ടർ ബോഡി അടിക്കാൻ വേണ്ടി കുരിക്കാലോട്ട് പോകാം. വണ്ടി സ്റ്റാർട്ടാവാൻ നോക്കട്ടെ. അതൊരു വലിയ കാര്യം. എല്ലാവരും കൂടി ഓട്ടോറിക്ഷ പോണത് നടക്കാം. എല്ലാവരും കൂടി വണ്ടി ബൈക്കിന് പോകാല്ലേ? അത് നമുക്ക് രണ്ടൊക്കെ ഒരു വയ്ക്കുമോ? കൊള്ളാം. ടയറേ ഇത്രയും ദിവസം ഇവിടെ ഇട്ടേക്കണല്ലേ, ടയർ എന്തെങ്കിലും ജാമായിട്ട് ഇരിക്കണ്ടെന്ന് പറഞ്ഞു. കറങ്ങാൻ നോക്കേ ആണോ ഇവിടെ? ഇല്ല, എടുത്ത ബാക്ക് പിടിച്ച് എടുത്തോണ്ട് ശബ്ദം കേൾക്കണടാ. ഇവിടത്തെ വീല് പിടിച്ചിട്ടുണ്ട്. എടുത്തവരോട്ടും കൂടെ എടുത്തേ. ഇവിടത്തെ വീല് പിടുത്തോണ്ട്. ആണാ? ഓക്കെ അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് കൂടെ? അല്ല, ഞങ്ങൾ ഫ്രണ്ടിലായിരിക്കും പറയണ്ടേ? അടാ അഭിക്കൂടിന് ബാക്കിൽ രണ്ട് വണ്ടി പോകണ്ട. ഇങ്ങോട്ട് എങ്ങനെ അമ്മ? പിന്നെ രണ്ട് വണ്ടി പോകേണ്ടി വരും. അടി കിട്ടില്ല. പെട്രോൾ ഉണ്ടോ പടി? ഇത് റോട്ടിലേക്ക് ഊരി പോവെന്ന് അറിയാൻ പാടില്ല, എന്നാലും ഇതിൽ കയറ്റി വെക്കുന്നുണ്ട്. ഊരി കളയാണ്ടിരുന്നാ മതി, ഊരി പോവൂല. എന്താ പണി? പ്ലഗ് ഊരി കുത്തട്ടെ. നോക്കി മലടി. പോട്ടെ അടി. 16, 17, 18. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ മാൻ പവറിലേക്ക് മാറും. അതെ, തള്ളിക്കൊടുക്കും. വണ്ടി തള്ളേണ്ടി വരും. പെട്രോൾ ഉണ്ടോ നോക്കി? പെട്രോൾ ഉണ്ടോ സൈമൺ? കുറെ കാലമായില്ലേ കൊണ്ടിട്ട് വണ്ടി അനങ്ങണില്ല. എന്തൊരു അവസ്ഥയാണ്. എല്ലാവരും അങ്ങനെയാണ്. ഇതിന്ന് പൈപ്പ് ഇടണ്ടായിരിക്കും. അല്ല, അതിനകത്ത് പെട്രോൾ ഉണ്ടാ? പെട്രോൾ അടിച്ചിട്ടാണ് അത് പറ്റിപ്പോവില്ല. ഇത്ര ദിവസമില്ല, വെയിലത്ത് തന്നെ നടക്കണല്ലേ. പെട്രോൾ ഇല്ല അതിനകത്ത്. ചതിച്ചു. അത് നമുക്ക് പെട്രോൾ കഴിക്കാൻ പോയിട്ട് പെട്രോൾ ഇല്ലാത്ത വണ്ടി കൊണ്ട് പെട്രോള് വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി വണ്ടി എടുത്തിട്ട്. അന്നൊരു 300 രൂപ അടിച്ചിട്ടാ പയ്യെ. അപ്പോൾ പറ്റിപ്പോയി. അതെ, പറ്റിപ്പോയി. എന്തായാലും പോയിട്ട് ബാക്കി സംഭവം സെറ്റാക്കിയിട്ട് വരാം. ആ വണ്ടി ഇത് ടയറും പോയി കിടക്കേട്ടാ. ടയർ അതിൻ്റെ ടയർ ഒന്ന് ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒന്ന് ചെറിയ പിടിച്ചില്ല, നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ തള്ളിയിട്ട് ഇതാണില്ല, റൊട്ടേറ്റ് ഉണ്ട്. കല്ല് നിൽക്കുന്നത്. അത് എന്തായാലും വരാൻ നേരത്ത് നമുക്കൊന്ന് അഴിച്ച് പണിത് സെറ്റാക്കി എടുക്കും. ഇപ്പോഴാണോ? അല്ല, എനിക്ക് 2008 3 സംശയമുണ്ട്. 2003 വണ്ടി. 2008 വേറെ വണ്ടി ഇറക്കിയിട്ടുണ്ടോ എനിക്കറിയില്ലല്ലോ. 2008 വണ്ടി നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. അതെ. മക്കഞ്ച് മക്കളാണ്. മനോമന കുഞ്ചുവാണ്. എന്ത് നടന്ന് കുഞ്ചു അഞ്ചര കുഞ്ചുവെന്ന് പേര്. എൻ്റെ ചീത്തപ്പേര്. വണ്ടി പൂസാവെന്ന് പറയാൻ പാടില്ല. വീഡിയോ ആണത്. എന്താ കംപ്ലൈന്റ്? റെക്കോർഡിങ് കംപ്ലൈന്റ്. അല്ല മോനാണ്, വണ്ടി പെട്രോൾ ഇച്ചിരി കാര്യമില്ലല്ലേ? പിന്നെന്താണ്, വീലോടിയാലല്ലേ വണ്ടി നീങ്ങും. ആദ്യം വണ്ടി സ്റ്റാർട്ടാവാൻ നോക്കട്ടെ.
ഓക്കെ. എന്ത് അയ്യോ കണ്ണട വെറുതെ അല്ലേ ഞാൻ എന്തോ സാധനം പ്രശ്നം ഉണ്ടല്ലോ നോക്കാം. ഓക്കെ കണ്ണ് തലവേന വരണേ. നിങ്ങളെ കണ്ടു പോയിരിക്കണം ദേമേ അന്തന്മാരുടെ കൂടെയാണ് നിങ്ങൾ വേണ്ടത്. നിങ്ങളുടെ ജീവിതം വരട്ടെ സൈമാടി വരട്ടെ. എന്നാ ഇല്ലേ പ്ലഗ് ഊരിട്ടേനാ അത് ഊരിട്ടത് അടിച്ചിട്ട് ഉരക്കണം. പെട്രോളിന്റെ അല്ലല്ല അങ്ങോട്ട് പോകണല്ലേ ഇതിനകത്ത് വീല് നീങ്ങണില്ല. വീല് കറങ്ങണ്ടേ എടുത്തോണ്ടോ. ആ ഓക്കെ ഒന്ന് കറക്ക്. നല്ല കനം പിടിച്ചോണ്ട് ബാക്കിൽ ഒന്നും പറയില്ല. പിടിച്ചോണ്ട് പിന്നെ പിടിച്ചോണ്ട് വണ്ടി നീങ്ങണില്ല. അതിന്റെ പിടിച്ചോണ്ടാ വണ്ടിയുടെ സ്പീഡല്ലേ അല്ല അത്. അതല്ല വണ്ടി ടയർ കറങ്ങണില്ല. ടയർ കറങ്ങാണ്ട് പക്ഷെ ആ ഒരു ഇതില്ലെണ്ണ ഫ്ലോ ഇല്ലെണ്ണ വലിക്കണില്ല. വണ്ടി വലിക്കണില്ല. അതല്ലേ വിഷയം. ടയർ അഴിച്ചിട്ട് നമുക്ക് അതിന്റെ ബ്രേക്ക് ഒന്നും റെഡിയാക്കി തരാം. ഈ ടയർ മാറ്റിയിട്ടിട്ടുണ്ട്. ഇത് ഈ കുറച്ചാൾ എടുക്കാണ്ട് എന്നിട്ട് ഇതിനകത്ത് തൊഴുമ്പ് കയറിട്ടെ ചക്കായിട്ടില്ല. ഇനിയിപ്പോൾ ഇതായിട്ട് പോയിട്ട് നമുക്ക് വാഷ് ചെയ്യാം. കൊയ്യാട്ടിരുന്ന് തന്നെ അടിയിൽ കുത്തിയിടാൻ ചെയ്യും. അടിയിൽ കുത്തിയിടാൻ ചെയ്യും.
വണ്ടി ഉണങ്ങാനായിട്ടൊക്കെ ഇനിയിപ്പോൾ ഉണങ്ങി കഴിഞ്ഞ് വണ്ടി കയറട്ടെ. വണ്ടി ഇനി കയറ്റണം. ഇനി അടി ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കുറേ അടിച്ച് ശരിയാക്കി കഴുകി വൃത്തിയാക്കി മെനക്ക് നമ്മൾ വണ്ടി കഴുകി അല്ലേ? നമ്മളല്ല പുള്ളിക്കാരെ കഴുകി. ഇനി നമ്മൾ വണ്ടി അതിന് അവിടെ കയറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ കൊണ്ട് കയറ്റണം. ഇനി അതിനകത്ത് അടിക്കണം. ഇനി ഇതിനകത്ത് കോട്ടിങ് ആണ് ചെയ്യണം. അങ്ങനെ ബാക്ക് എടുത്തിരിക്കല്ലേ ചെയ്യണം. നേരത്തെ ഇട്ടവരാണ് ഇറ എടുത്തോ നീ എടുത്തോ, ധൈര്യമായിട്ട് എടുത്തോ. കയറ്റി വെക്ക്. പോരട്ടെ 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 പോരട്ടെ. ഓടി ഓടിയത് തീർന്നു. ഇങ്ങോട്ട് ഓടിച്ചേ. അങ്ങോട്ട് ഓടിച്ചാ. പോരട്ടെ പോരട്ടെ പോരട്ടെ. അതിന് നേരെയൊക്കെ പറ്റുമോ? പോരട്ടെ പോരട്ടെ പോരട്ടെ. നേരെ പോരട്ടെ നേരെ പോരട്ടെ നേരെ പോരട്ടെ നേരെ പോരട്ടെ നേരെ പോരട്ടെ 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 പോരട്ടെ. ഓക്കെ. ശരി, വീഡിയോ എടുക്കണം എങ്ങനെയെന്നറിയോ? വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു. വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഞാനും അഖിലണ്ണനും മാത്രമേ പോകുന്നു. അതുകൊണ്ട് അഭികുണ്ണുണ്ട്. ഞാൻ അയാളില്ല, ശ്രീയേട്ടൻ എന്തോ വർക്കിൻ്റെ കാര്യത്തിനായിട്ട് ചൂണ്ടി വരെ പോയേക്കണേ. ഞങ്ങളൊന്ന് വണ്ടി എടുത്ത് ഇതേയിലെ പലപ്പുറത്ത് കയറ്റി വെച്ചേക്കണേ കണ്ടോ. ഇനി അത് പതിയെ അടിച്ച് ഇവിടെ പോയി ട്രെയിൻ പോകണ്ട. ട്രെയിൻ പോകുന്നുണ്ട് ഇവിടെ പോയി. അത് മറ്റേ ഇത് മാത്രമേ ഉള്ളൂ, എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അതങ്ങനെ പ്രത്യേകം. ഇനി ഇവിടെ വന്ന് ഈ വണ്ടിയുടെ അണ്ടർബോഡി കൂടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിടാം. എന്നിട്ട് പതിയെ നമുക്ക് പെയിൻറ്റിങ്ങിനായിട്ട് കിടക്കാം. ഇതിന് ഇപ്പം ഞാൻ നല്ല ദൂരത്തായിട്ട് മാറിയിക്കണം. അടിക്കണതിൻ്റെ അവിടെ നിന്ന് നല്ല ദൂരത്താണ് മാറിക്കണം. കാരണം പെയിൻറ്റ് കുറക്കുമെന്ന് പറഞ്ഞു. ಜಾಸ್ತಿ ಪೇನಿ एक लीटर खत्म हुई ഇത് കണ്ട ഇതടിച്ചു. നമ്മൾ പോളിഷ് ചെയ്ത് വെച്ചേക്കണം. പണ്ടത്തെ മറ്റേ കയ്യിൽ കണ്ട കൈ പിടിക്കുന്നുണ്ട്. അമ്മാതിരി ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയിട്ടില്ല. ഇത് കണ്ട അടിച്ച് കബൂർ വെച്ചേക്കണം. എല്ലാ ടിപ്പനൊക്കെ അടിച്ച്
കലക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയിട്ടില്ല ഈ സാധനം. ഇതേ ഇത് കണ്ട ഒരു പാടും നോക്കണ്ട കണ്ട. അതാണ് വിഷയം, ഉണങ്ങിയിട്ടില്ല സാധനം. ഇനിയിപ്പോൾ എന്തായാലും വണ്ടി എടുക്കാൻ പറ്റത്തില്ല. വണ്ടി ഇപ്പോൾ സമയം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 4:30 കഴിഞ്ഞപ്പോൾ അതാണ് ഇത് അടിച്ചിട്ട് 1 മണിക്കൂർ എന്ന് പറഞ്ഞത്. പക്ഷേ നടപടിയായില്ല, ഉണങ്ങണില്ല സാധനം. കട്ടിക്കടിച്ച് വെച്ചേക്കണം. ഇതാണ് ഉണങ്ങാനായിട്ട് ഇത്തിരി നേരം പിടിക്കുമെന്ന് തോന്നുന്നത്, താമസിക്കും. അപ്പോൾ ഒന്നാമത് നല്ല പൊടിയുണ്ട് ഇവിടെ നിന്ന് അടിച്ച് തന്നെ. നമ്മൾ വെറുതെ അടിച്ചു പോലെ ഇപ്പം പൊടി ഇപ്പം തന്നെ മണ്ണ് പിടിക്കും. അവിടെ നിന്ന് ഇവിടം വരെ കയറ്റിയിട്ട് തന്നെ ചെറുതായിട്ട് പൊടി മണ്ണ് കയറും. അതാണ് വിഷയം. അതുകൊണ്ട് നൈറ്റ് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞ നേരത്തെ ഇനി വന്ന് എടുക്കുള്ളൂ വണ്ടി. എന്തായാലും ആ സമയം കൊണ്ട് ഉണങ്ങണം, ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എടുക്കൂല വണ്ടി. ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. വണ്ടി എന്താ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇതാരെങ്കിലും മത്തും, വണ്ടി മത്തിക്കൊണ്ട് പോകും. പിന്നെ പറയാൻ പറ്റത്തില്ല. നല്ല അപ്പൊ പിന്നെ ആ ഒരു സമയം വരെ ഇവിടെ കിടക്കട്ടെ. കുഴപ്പമില്ല. എന്തായാലും 8 മണി വരെ എന്തായാലും ഇവിടെ കൂടി ഒന്ന് ഉണങ്ങി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എടുത്തോണ്ട് പോകും. ഇല്ലെങ്കിൽ ഇപ്പൊ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഈ മണ്ണടിച്ചങ്ങ് കയറും. അതെ, മണ്ണ് കയറും, ഭയങ്കര മണ്ണ് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മെനകടം ചെയ്തോ വെറുതെ ഇപ്പൊ. അതെ. അപ്പോൾ എന്തായാലും 8 മണി വരെ നമ്മൾ ഈ ഇവിടുത്തെ ഈ ഇതുണ്ടാവും, ഈ വർക്ക്ഷോപ്പ് ഇവിടെ കിടപ്പുണ്ടാവും. ഇപ്പോൾ പുള്ളി അണ്ടർബോഡി അടിക്കുന്നതിനും വാഷിങ്ങിനും കൂടിയിട്ട് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ് 1800 പറഞ്ഞത്. ഇപ്പോൾ 1300 വിളിച്ചു. 1300 നല്ല രീതിക്ക് അടിക്കുകയും ചെയ്തു, നല്ല സെറ്റാക്കി അടിച്ചു, പണി ഇട്ടിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇത്രയേ ഉള്ളൂ. ബൈ.